പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ ഈ കാലഘട്ടം, ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബങ്ങളിൽ സംസാരിച്ചത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നു എന്ന ഭയം മാതാപിതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. സുവിശേഷത്തിൽ മക്കളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നാം വായിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശം കൊടുത്തിട്ട് അത് സ്വീകരിക്കുന്നൊരു ഭാവം പലപ്പോഴും കാണാറില്ല. ഇതിനെ ഓർത്ത് മാതാപിതാക്കൾ ഒത്തിരി വേദനിക്കാറുണ്ട്, അസ്വസ്ഥപ്പെടാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒരു ക്രിസ്തീയ ജീവിതം നൽകുന്നതിന് പക്വമായ പരിപാവനമായ എല്ലാ സന്ദേശങ്ങളും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നൽകുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 4 വരെയുള്ള തിരുവചനങ്ങളിൽ കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കൾ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോടാണ് ആദ്യത്തെ സന്ദേശമെങ്കിലും അതിൻ്റെ കാതലായ ഭാഗത്തെത്തുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രകോപിതരാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിനും ഉപദേശത്തിനും വളർത്തുവിൻ. നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. നമുക്കറിയാം, കോപമുണ്ടായാൽ ആ കോപത്തിൻ്റെ അനന്തരഫലം നാശമാണ്. ആദമും ഹവ്വായും തമ്മിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ആദം ഹവ്വായെക്കുറിച്ചൊരു പഴിയാണ് പറഞ്ഞത്. നീ എനിക്ക് തന്ന സ്ത്രീയാണ് കേട്ടോ ഈ ഒരു വീഴ്ചയ്ക്ക് കാരണമെന്ന വാക്കാണ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത്. എന്നാൽ ആ കുറ്റപ്പെടുത്തൽ മക്കളിലേക്ക് പ്രവേശിച്ചപ്പോൾ കായേനിലേക്ക് കുറ്റപ്പെടുത്തലല്ലായിരുന്നു, പകരം കൊലപാതകമായിരുന്നു. കായേൻ്റെ മക്കളിൽ ലാമക്ക് പിന്നീട് പറയുന്നത് 7 ഇരട്ടി കോപമാണ് പറയുന്നത്, 7 ഇരട്ടി പ്രതികാരമാണ് പറയുന്നത്. മാതാപിതാക്കളുടെ അസൂയയും മാതാപിതാക്കളുടെ അംഗീകാരമില്ലായ്മയും ഉൾക്കൊള്ളാൻ പറ്റാത്ത അനുഭവങ്ങളും അത് മക്കളിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. ഒരു കുടുംബജീവിതത്തിൽ പഴയ നിയമകാലത്ത് പൂർവ്വപിതാവായ യാക്കോബ് സ്നേഹിച്ച് കിട്ടിയതാണ് റാഹേലിനെ. യാക്കോബിന് നൽകപ്പെട്ട ഭാര്യയാണ് ലേയയും റാഹേലും ഒറ്റ കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾക്കുണ്ടായതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ലേയ അവഗണിക്കപ്പെടുന്നത് കണ്ടപ്പോൾ കർത്താവ് അവൾക്ക് ഗർഭധാരണത്തിന് കഴിവ് നൽകി. സഹോദരിമാരാണ്, സ്വന്തം സഹോദരിമാരാണ്. ഭർത്താവിൻ്റെ മുമ്പാകെ അവരുടെ അസൂയയും അവരുടെ പിടിവാശികളും ദൂതായിപ്പഴത്തിന് വേണ്ടി മക്കൾക്ക് ജന്മം കൊടുത്ത സംഭവങ്ങളും അതിൽ കാണുമ്പോൾ അവരുടെ മക്കളായപ്പോൾ യാക്കോബിൻ്റെ 12 മക്കളിൽ ജോസഫിനോടും ബാക്കി സഹോദരങ്ങൾക്കെല്ലാം വെറുപ്പായി, ബെന്യാമിനൊഴികെ ബാക്കി എല്ലാവർക്കും വെറുപ്പായി എന്നാണ് പഠിപ്പിക്കുന്നത്. അസൂയയുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മക്കൾ കൊലപാതകത്തിലേക്കാണ് അത് വളർന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ മക്കൾക്ക് മാത്രമല്ല ഉപദേശം കിടക്കുന്നത്, മാതാപിതാക്കൾക്ക് ഉപദേശം സുവിശേഷത്തിൽ ഒത്തിരി സ്ഥലത്ത് കിടപ്പുണ്ട്. ഇന്ന് കുടുംബത്തിൽ നല്ലൊരു കുടുംബം വാർത്തെടുക്കണമെങ്കിൽ, നല്ല മക്കളെ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം അത്യാവശ്യമാണ്. നമ്മളെല്ലാം യേശുക്രിസ്തുവിനെ പോലത്തെ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹം ഇതാണ്, യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളരണമെന്ന കുഞ്ഞുങ്ങൾ ഞാൻ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് 7 മക്കളാണുള്ളത്. അവരെല്ലാം വിശുദ്ധരാകണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമായോ? ജോസഫിനെ പോലുള്ളൊരു ഭർത്താവിനും മറിയത്തെ പോലുള്ളൊരു ഭാര്യയ്ക്കും ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് തൻ്റെ പുത്രനെ. അപ്പം മനുഷ്യപുത്രന്മാർക്ക് പകരം ദൈവപുത്രന്മാരെ നമുക്ക് ലഭിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ സദൃശ്യവും സ്വരൂപവുമായിരിക്കണം മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങൾ കോപമുണ്ടാക്കരുത്, പാപത്തിലേക്ക് നിങ്ങൾ നയിപ്പിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള അസൂയയും വെറുപ്പും വൈരാഗ്യവും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരോടോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കളെ ബാധിച്ച് അത് കൊലപാതകത്തേക്കും അതുപോലെ ആഴമേറിയ മുറിവേൽപ്പിക്കുന്ന പാപങ്ങളിലേക്ക് വീണുപോകും. അവിശ്വസ്തത മാരകമായൊരു പാപമാണ്. വ്യഭിചാരത്തിൽ ദുഃഖിപ്പിക്കരുതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ആസക്തിയോടുള്ള നോട്ടം അത് വ്യഭിചാരമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. എന്തിനാണ് കുടുംബജീവിതക്കാരോട് വ്യഭിചാരത്തിൻ്റെ മേഖലയിൽ, കുടുംബജീവിതക്കാരോട് മാത്രമല്ല എല്ലാവരോടും, ഈ വ്യഭിചാരം എന്ന മേഖലയിൽ കുടുംബജീവിതത്തിൽ ഇത് അനുവദിക്കരുത് എന്ന് പറയാൻ കാരണമെന്താണ്? അതിന് പ്രധാനപ്പെട്ട കാരണം പ്രഭാഷകൻ്റെ പുസ്തകം, യേശുബാറാസിയുടെ പുസ്തകം 23-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ കുടുംബജീവിതക്കാർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. 18-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വ്യഭിചാരിക്ക് എല്ലാ അപ്പവും അതിരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ, വിവാഹം അതൊരു ഉടമ്പടിയാണ്. അത് ലംഘിക്കുന്നവൻ ഉള്ളിൽ പറയുന്നു, ആരാണെന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിന് പേടിക്കണം? മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. ഭാര്യയെ വഞ്ചിച്ച്, കുടുംബത്തെ വഞ്ചിച്ച്, വ്യഭിചാരത്തിൻ്റെ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവകാശി നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതൻ്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. കർത്താവ് പറയുകയാണ്, 25-ാമത്തെ തിരുവചനം, അവരുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. ആസക്തികളാൽ കലുഷിതനായ മനുഷ്യൻ്റെ മക്കൾ വേര് പിടിക്കുകയില്ല, അതോടൊപ്പം തന്നെ ഫലം ചൂടുകയുമില്ല. ഒരിക്കലൊരു ഇടവക ശുശ്രൂഷയിൽ ഒരു സഹോദരി പ്രാർത്ഥനാവശ്യമായിട്ട് വന്നു. അവരുടെ പ്രാർത്ഥനാവശ്യം ഇതാണ്: അവരുടെ മകൻ ഒത്തിരി സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ അവൻ അവിടെ നിന്ന് വിട്ടുപോരും, അല്ലെങ്കിൽ അവർ അവനിൽ നിന്ന് പറഞ്ഞു വിടും. നല്ല കഴിവുണ്ട്, പഠിപ്പുണ്ട്, നല്ല സ്മാർട്ടാണ്, പക്ഷേ അവൻ ഒരു സ്ഥലത്തും ജോലിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ അമ്മയും മകനും വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഒരു ധ്യാനം നിങ്ങൾക്ക് കൂടാൻ പറ്റുമോ? ഇടവക ധ്യാനത്തിന് ആ കുടുംബം ധ്യാനത്തിന് വന്നു. ഷെയറിങ്ങിനൊക്കെ ആയിട്ട് അവർ കടന്നു വന്നപ്പോൾ ഞാൻ ഈ ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ചിരുത്തി അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. അപ്പോൾ ആ സ്ത്രീയെ ഒന്നിച്ചിരിക്കാൻ കസേര ഇട്ടിട്ട് ആ കസേര അല്പം വിടർത്തി അങ്ങ് മാറ്റിയിട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? അതെ. പിന്നെ എന്താണ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്തത്? കൈ പിടിക്കാൻ പറഞ്ഞില്ല, ഞാൻ കസേര ചേർത്തിട്ടേ ഉള്ളൂ. ഭർത്താവ് പറഞ്ഞു, അച്ഛാ, ഇവളെൻ്റെ അടുത്തിരുന്ന് പോയിട്ട് ഇവളെൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് കാലങ്ങളായി. അപ്പം ഞാൻ ആ ഭാര്യയോട് ചോദിച്ചു, സഹോദരി, നിങ്ങളീ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ലേ? അവരൊന്നും മിണ്ടുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിച്ചല്ലേ ജീവിക്കുന്നത്? ഭർത്താവ് പറഞ്ഞു, ഇവൾ എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നിട്ട് ഏകദേശം 10 വർഷങ്ങളായി. ഞങ്ങൾ രണ്ടും 2 റൂമിലാണ് അച്ചോ കിടക്കുന്നത്. അഥവാ ഇനി ഒരു റൂമിൽ കിടക്കേണ്ട വന്നാൽ ഞാൻ കട്ടിലേ കിടക്കും, അവൾ നിലത്ത് കിടക്കും. ഞങ്ങൾ ഒരുമിച്ച് കിടക്കാറ് പോലുമില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സഹോദരി ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? എന്നോട് പറഞ്ഞു, വ്യക്തിപരമായിട്ട് എനിക്ക് സംസാരിക്കാം, ഭർത്താവിനെ മാറ്റി നിർത്തി എന്ന് പറയാമെന്ന് പറഞ്ഞു.
പിന്നീട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ കുടുംബജീവിതം എനിക്കിഷ്ടമല്ലായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനും അതിന് ഇടനിന്നവരുടെയൊക്കെ വാശിക്കും വേണ്ടിയിട്ടാണ് ഈ വിവാഹം നടന്നത്. എൻ്റെ കാര്യത്തിൽ ഇന്ന് വരെ ശ്രദ്ധയില്ല. 2 മക്കളുണ്ടായി എന്നുള്ളത് സത്യമാണ്. അവരെ പഠിപ്പിക്കാൻ ഈ ഭർത്താവ് ഒന്നും ചെയ്യാറില്ല, ഒരു കഴിവുമില്ല. ഞാനാണ് കഷ്ടപ്പെട്ട് ഇവരെ വളർത്തിയത്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ജോലി എടുത്ത് കൊണ്ടുവന്ന പണം കൊണ്ടാണ് ഈ മക്കളെ പഠിപ്പിച്ചതും വളർത്തിയതും. അദ്ദേഹത്തിന് ആകെ കള്ളുകുടിക്കണം, അദ്ദേഹത്തിന് കൂട്ടുകാരുടെ കൂടെ പോകണം. ഉത്തരവാദിത്വമില്ലാത്ത ഈ മനുഷ്യനെ എനിക്ക് വെറുപ്പാണ് അച്ഛാ, എനിക്കിഷ്ടമല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊടുന്നു പോലും എനിക്കിഷ്ടമല്ല. അവരെ വീണ്ടും ധ്യാനം കൂടിപ്പിച്ചു. യേശുക്രിസ്തു മണവാളനാണെന്നും സഭ മണവാട്ടിയാണെന്നും ഈ മണവാളനായ ക്രിസ്തു അശുദ്ധിയായിരുന്ന ഈ മണവാട്ടിയെ തൻ്റെ പ്രിയയാക്കാൻ വേണ്ടി കുരിശിൽ കയറിയ യാഥാർത്ഥ്യങ്ങളും എഫേസസ് ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനത്തിന് വ്യാഖ്യാനമെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവർ കുടുംബജീവിതത്തോടും വിവാഹം നടത്തിയവരോടും സാഹചര്യങ്ങളെല്ലാം ക്ഷമിക്കുകയും അവരൊന്നായി ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. സ്നേഹമുള്ളവർ, സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വർഷങ്ങളായിട്ട് അവരുടെ വീട് വിൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു, കടബാധ്യത നിമിത്തം. അവരുടെ വീടുകളെല്ലാം വിറ്റ് അവിടുന്ന് അവർക്ക് സ്ഥലം മാറി പുതിയൊരു സ്ഥലത്ത് ഒരു നല്ല വീട് ലഭിക്കുകയും മകന് വിദേശത്ത് ജോലി കിട്ടുകയും ഈ അപ്പനാണെങ്കിൽ അദ്ദേഹം ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ആ സമൂഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനായി തീർന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കുടുംബജീവിതത്തിൽ എനിക്ക് ലഭിച്ച ജീവിത പങ്കാളി ഇതല്ലായിരുന്നു, വേറെ വല്ലവരുമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും നൽകിയിരിക്കുന്ന ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ പറ്റാത്തവണ്ണം പെറുപെറുപ്പും വെറുപ്പുമായി 2 കട്ടിലേലും 2 റൂമുകളിലുമായി നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ മക്കളുടെ വേരുകൾ നിങ്ങൾ അറുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ വളർച്ചയെ നിങ്ങൾ മുരടിപ്പിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ജീവിത പങ്കാളിയുടെ കുറവുകൾ മക്കളുടെ മേൽ കെട്ടിവെച്ചതുകൊണ്ടോ മക്കൾ നന്നാകുമെന്ന് പ്രതീക്ഷിക്കരുത്. മാതാപിതാക്കളെ, ഈ ഉപദേശം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധി പാലിക്കുക. മത്തായിയുടെ സുവിശേഷം 5:27 കർത്താവ് പറഞ്ഞു, ആസക്തിയോടുകൂടി ഒരുവനെ നോക്കുന്നതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. തനിക്ക് ലഭിച്ച ജീവിത പങ്കാളി ഇതല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരാളെ ആഗ്രഹിക്കുന്നത് വ്യഭിചാരമെന്നാണ് പറയുന്നത്. ഇന്ന് പലപ്പോഴും കുടുംബജീവിതങ്ങളിലൊക്കെ ഒരർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങളാണ് നടക്കുന്നത്. മണ്ടത്തരങ്ങളായ ജീവിതമെന്നും ഈ ജീവിത പങ്കാളി അല്ലായിരുന്നു തനിക്ക് ലഭിക്കേണ്ടതെന്നും ഈ വീട് ചതിയായിരുന്നുവെന്നും ദൈവം എന്തിനെനിതെല്ലാം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ടും ജീവിത പങ്കാളിയോ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ വേര് പിടിക്കുകയോ ഫലം ചൂടുകയോ ഇല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ജീവിത പങ്കാളികൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14 തൊട്ടുള്ള തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, അല്ലയോ ഭാര്യ, അല്ലേ ഭർത്താവേ, നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്നതല്ലേ? നീ ആര് തന്നെയാണെങ്കിലും നിൻ്റെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കാനാണ് നിനക്ക് കുടുംബജീവിതം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ഭർത്താവിനോട് പറയുന്നു, ഭാര്യയോട് പറയുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളികളെ വിശുദ്ധീകരിക്കാനാണ് ഈ കുടുംബജീവിതം തന്നിരിക്കുന്നത്. ഈ കുടുംബജീവിതം നിങ്ങൾ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി പോകുമെന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ വിശുദ്ധിയെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്, അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ചെയ്യുന്നില്ല. ആരാണ് ഈ അധർമ്മി എന്ന് പറയുന്നത്? ദൈവവചനം ലംഘിക്കുന്നവനാണ്. ദൈവവചനം ലംഘിക്കുന്നവൻ്റെ മക്കൾക്ക് വേര് പിടിക്കാൻ സാധിക്കില്ല. മക്കളെ കാര്യത്തിൽ എന്ത് പിഴച്ചു? യേശുക്രിസ്തു തലമുറകളെ നോക്കിയിട്ട് വ്യഭിചാരിയ സ്ത്രീയെ കണ്ടുകൊണ്ട്, സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല കേട്ടോ, നീ പോയിക്കൊള്ളുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പാപിയായിത്തീരുന്നത് അവൻ്റേത് മാത്രമാണെന്ന് കരുതരുത്. അവനെ അവളെ പാപിയാക്കുന്നതിൻ്റെ പുറകിൽ നമ്മളറിഞ്ഞോ അറിയാതെയോ പല കരങ്ങളും അതിൻ്റെ പുറകിലുണ്ട്.
മക്കൾ നന്നാകാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കൾ മക്കളെ ശാഠ്യം പിടിപ്പിച്ചിട്ടോ ദേഷ്യം പിടിപ്പിച്ചിട്ടോ ഉപദേശിച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കാൻ നിൽക്കല്ലേ. മാതാപിതാക്കളെ, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് പരിശോധിക്കണം. അധർമ്മിയുടെ മക്കൾ അവർ വേര് പിടിക്കുകയില്ല. അവരുടെ സന്താനപ്പെരുപ്പം വെറുതെ എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ചെയ്യുകയില്ല. ജാരസന്തതികൾ, എത്രയോ കുടുംബങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തകർന്നു പോകുന്നത്. അടുത്തിടെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മക്കളുമുണ്ട്, ഞാനവളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അവളും അവളുടെ ഭർത്താവ്, അവരുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷവുമില്ല. ആത്മഹത്യ വേണ്ടി പോവുകയാണ് ആ കുടുംബം. അവരെ ആശ്വസിപ്പിക്കുന്നത് തെറ്റാണോ? അവരെ സ്നേഹിക്കുന്നത് തെറ്റാണോ? പ്രത്യക്ഷത്തിൽ തെറ്റല്ലെന്ന് നമുക്ക് തോന്നിയാലും നിൻ്റെ ജീവിതത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: നീ നിൻ്റെ ഉറവയിൽ നിന്ന് മാത്രം വെള്ളം കുടിക്കുക, നിനക്ക് സ്വന്തമായതിന് മാത്രം നീ സ്വീകരിക്കുക, നീ അവളെ നിന്നെപ്പോലെ സ്നേഹിക്കുക. നിങ്ങൾ രണ്ടും രണ്ടല്ല, അതൊരു രഹസ്യമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. നിൻ്റെ ജീവിത പങ്കാളിയുടെ സ്ഥാനം ഭൂമിയിൽ മറ്റൊരാൾക്കും കൊടുക്കാനില്ല. നിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിക്ക് സ്ഥാനമില്ല. സഹായവും സ്നേഹവും ഒക്കെ നല്ലതാണ്, പക്ഷേ ഹൃദയത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അതിന് വ്യത്യാസം വരാൻ പാടില്ല. സ്നേഹമുള്ളവരെ, ജീവിത പങ്കാളി ലോകത്തെ കാണിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിലും മാത്രം നിൽക്കുന്ന എത്രയോ പാവപ്പെട്ട ജീവിത പങ്കാളികൾ, സുഖത്തിനു വേണ്ടിയും സന്തോഷിക്കുന്നതിന് വേണ്ടിയും സ്വപ്നം കാണുകയോ അതല്ലെങ്കിൽ അശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്കോ പോകുന്ന എത്രയോ ബന്ധങ്ങൾ. നിങ്ങൾ ഈ ബന്ധങ്ങൾ ആരും അറിയുന്നില്ലെന്ന ഭാവത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളാണ് വേര് പിടിക്കാതെ പോകുന്നത്. നിങ്ങളുടെ മക്കളാണ് ഫലം അനുഭവിക്കാതെ പോകുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു: അവർ അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറക്കിയാകിയാൽ അവർ കാറ്റിലുലയും, കൊടുങ്കാറ്റിൽ കടപുഴുകി വീഴും, വളർച്ചയെത്തും മുമ്പ് ശാഖകൾ ഒടിഞ്ഞു പോകും, കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണത്തിന് യോഗ്യമല്ല. എന്ത് മനോഹരമായിട്ടാണ് മക്കളുടെ ജീവിതത്തിൽ പക്വമല്ലാത്ത അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത്. മക്കൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവർക്കൊരു ഫലം നൽകാൻ പറ്റാത്തത്, അവർക്ക് ഉയരാൻ പറ്റാത്തത്, അവരുടെ ജീവിതത്തിൽ അവർക്ക് മേന്മ ഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ. ജന്മം കൊടുത്ത മാതാപിതാക്കളെ നമ്മളവരെ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ ചെയ്യുന്നത്? 6-ാമത്തെ തിരുവചനം പറയുന്നത് ഓരോ മാതാപിതാക്കൾക്കും എതിരായിട്ടുള്ള സാക്ഷ്യമാണ്. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. അശുദ്ധ ജീവിതം നയിക്കുന്ന അപ്പനോടും അശുദ്ധ ജീവിതം നയിക്കുന്ന അമ്മയോടും നാളെ ദൈവമല്ല കണക്ക് ചോദിക്കുക. അവരുടെ മക്കൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അശുദ്ധമായി ജീവിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ തലകുനിക്കാനായിരിക്കുമോ നമുക്കിടവരുന്നത്? സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ മാതാപിതാക്കൾ വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയിൽ നിന്ന് മാത്രമേ വിശുദ്ധി ഉണ്ടാകൂ. അശുദ്ധിയിൽ നിന്നൊരിക്കലും വിശുദ്ധി ഉണ്ടാകുകയില്ല. മാതാപിതാക്കന്മാർ വിശുദ്ധരാണെങ്കിൽ അവരുടെ മക്കൾ വിശുദ്ധരായിത്തീരും. സുവിശേഷത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ പറ്റും. സഭയുടെ ചരിത്രം പരിശോധിച്ചാലോ, അപ്പനൊരു പക്ഷേ വിശുദ്ധനായിരിക്കും, ഒരുപക്ഷെ അമ്മ വിശുദ്ധയായിരിക്കും, ജീവിത പങ്കാളി അശുദ്ധനായിരിക്കാം. പക്ഷേ ആ കണ്ണുനീര് കൊണ്ട്, ജീവിത സമർപ്പണം കൊണ്ട് തൻ്റെ ജീവിത പങ്കാളിയെ വിശുദ്ധയാക്കിയ അവരുടെ മക്കൾ പിന്നീട് വിശുദ്ധരായി തന്നെ തീർന്നിട്ടുണ്ട്. സഹനത്തിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് വിശുദ്ധി. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഏതപ്പനും ഏതമ്മയ്ക്ക് സാധിക്കുന്നുവോ, അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അവരുടെ മക്കൾ വിശുദ്ധരായിത്തീരും. അതുകൊണ്ട് മക്കൾ അശുദ്ധരായി പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളാകരുത്. നമ്മൾ വിശുദ്ധരാണെങ്കിൽ നമ്മുടെ മക്കളും വിശുദ്ധമായി തീരും. കർത്താവ് പറഞ്ഞില്ലേ, തണ്ട് പരിശുദ്ധമാണെങ്കിൽ, ചില്ലകൾ പരിശുദ്ധമാണെങ്കിൽ ഫലവും അതിൽ പരിശുദ്ധമായിരിക്കും. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന തണ്ടുകളാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മുന്തിരിപ്പഴങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ വിശുദ്ധരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇന്നീ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പ്രേമങ്ങളിലേക്കും അശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ വീണു പോകുമ്പോൾ മാതാപിതാക്കളെ നമ്മുടെ വിശുദ്ധിയോർത്ത് നമ്മൾ എത്രമാത്രം കരയേണ്ടിയിരിക്കുന്നു, നമ്മൾ അത്രമാത്രം ജാഗരിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ ചിന്തകൾ രഹസ്യത്തിൽ പാപത്തിലേക്ക് പോകാതെ ഇയ്യോബ് പ്രാർത്ഥിച്ചത് നമുക്കൊരു നല്ല മാതൃകയാണ്. എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയേക്കുമോ എന്ന് ഭയന്ന് ആ പിതാവ് എല്ലാ ദിവസവും വെളുപ്പിനെ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇയ്യോബിൻ്റെ മക്കളെപ്പോലെ സുന്ദരന്മാരും സുന്ദരികളും, ഇയ്യോബിൻ്റെ മക്കളെപ്പോലെ നല്ലവരായ മക്കൾ ആ ദേശത്തെവിടെയും ഉണ്ടായിരുന്നില്ലെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ നമ്മുടെ മക്കൾ വിശുദ്ധരായി തീരുവാൻ നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.